ഹായ് ഗേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ബറാത്തൊക്കെ ആയ സമയത്ത് നനച്ച് കുളിക്കും ഞാൻ നമ്മുടെ കേക്ക് റൂമത്തെ മൊത്തം സാധനങ്ങളും വലിച്ചിട്ടിട്ട് ആകെ അടുക്കി പറക്കി തുടച്ച് വൃത്തിയാക്കി വെച്ച നമ്മുടെ കേക്ക് റൂമാണിത് കേട്ടോ. പക്ഷേ നമ്മുടെ കേക്ക് റൂമിലാണ് ഇപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ സ്റ്റൗ വെച്ചിരിക്കുന്നത്. നമ്മൾ സോളാർ വെച്ചപ്പോൾ കറണ്ടിൻ്റെ സ്റ്റൗവാണ് മൊത്തം യൂസ് ചെയ്യുന്നത്. ഗ്യാസ് തീരെ നമുക്ക് ആവശ്യം വരുന്നില്ല കേട്ടോ. അത് നമ്മുടെ അടുക്കളയും ഗ്യാസൊക്കെയും ശരിക്കുള്ള ആ അടുക്കളയിലാണുള്ളത്. ശരിക്കുള്ള അടുപ്പുണ്ടല്ലോ, വിറകടുപ്പ്, അതും ഗ്യാസ് സ്റ്റവൊക്കെ നമ്മുടെ ശരിക്കുള്ള അടുക്കളയിലാണ്. ആ അടുക്കളയിൽ ശരിക്കുള്ള ചിമ്മിനിക്കൂടുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ പോലത്തെ മുകളിലേക്ക് വെച്ച് കെട്ടിയിട്ടുള്ള ആ ചിമ്മിനിക്കൂടുണ്ടല്ലോ, കറണ്ടിൻ്റെ അല്ലാണ്ട് സാധാ ചിമ്മിനിക്കൂട്, അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കറണ്ടിൻ്റെ ചിമ്മിനീൻ്റെ ആവശ്യമേ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ സോളാർ വെച്ച് പിന്നെ ഞാൻ നമ്മുടെ കേക്ക് റൂമിൽ വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് കുക്കിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുക്കിങ്ങും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കറണ്ടിൻ്റെ സ്റ്റവിൻ്റെ പ്ലഗ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ തന്നെ സൗകര്യം. പക്ഷേ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ആയല്ലോ. നമ്മൾ സോളാറൊക്കെ വെച്ചിട്ട് 1 വർഷത്തിന് മേലെയായി. അന്ന് മുതൽ ഇവിടെ തന്നെ കത്തിക്കുക. അപ്പോൾ നമ്മുടെ സീലിങ്ങൊക്കെ കണ്ടില്ലേ, ആകെ അഴുക്ക് പിടിക്കുക ചെയ്യുന്നത്. പുകയും ആകെ കണ്ടില്ലേ, നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. സീലിങ്ങിൽ മൊത്തം ബ്ലാക്ക് കളറിൽ ഡോട്ട്സൊക്കെ വീണിട്ട് ആകെ കൊളായി കിടക്കുക ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിമ്മിനി വയ്ക്കാൻ നിർബന്ധം വന്നു കേട്ടോ. കണ്ടില്ലേ, ഈ ചിമ്മിനി കൂടാണ് വെച്ചിട്ടുള്ളത്. 35,000 രൂപയ്ക്കും വരുന്ന റേറ്റ് കേട്ടോ. നമുക്കിപ്പോൾ ഓഫർ പ്രൈസിലാണ് 20,500 രൂപയാണ് ഇതിപ്പോൾ മൊത്തം ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഇത് സെൻസറിൻ്റെ ചിമ്മിനിയാണ് കേട്ടോ. നമ്മൾ കൈ വീശിയാൽ മതി. ഇങ്ങോട്ട് വീശിയിട്ടുണ്ടെങ്കിൽ ഓഫാവും, അങ്ങോട്ട് വീശിയിട്ടുണ്ടെങ്കിൽ ഓണാവും. അങ്ങനത്തെ ഒരു ചിമ്മിനി കൂടാണ് കേട്ടോ. നമ്മൾ അതൊക്കെയും കഴിഞ്ഞ് ചിമ്മിനിക്കും വെച്ച് മൊത്തം ക്ലീൻ ചെയ്യുന്നു കേട്ടോ. മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്കും പൊടി നിറഞ്ഞ് ആകെ. ഞാൻ ജസ്റ്റ് അയാൾ വന്ന് പണി തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഇവിടെ ഒന്നും കണ്ണ് കാണാൻ പറ്റാണ്ടായിട്ടോ. ആകെ പുകയോട് പുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ നമ്മുടെ മുകളിലത്തെ റാക്ക് ഉണ്ടല്ലോ, അത് വെട്ടിയെടുത്തിട്ട് ഇവിടെ മൊത്തം കുളയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അയാൾ 3 മണിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് മൊത്തം വൃത്തിയാക്കലായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളൊക്കെയും തുടച്ചിറക്കി ഏറ്റവും മുകളിലത്തെ റാക്കുകളിലും അതിൻ്റെ മറ്റേ കബോർഡിൽ മൊത്തം അഴുക്കായിരുന്നു. ഇതിൻ്റെ മുകളൊക്കെ അഴുക്ക് തന്നെയായിരുന്നു കേട്ടോ. അതിലാണ് പ്യുർ ഫ്ലെയിംസ് എന്ന് പറഞ്ഞുള്ള കമ്പനിയാണ്. ഏറ്റവും നല്ല കമ്പനി ഇതാ പറഞ്ഞിട്ടാണ് 90-ൻ്റെയാണ് കേട്ടോ. 90 എന്തോ പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല സാധനമാണ്, നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റിയ ചിമ്മിനിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അവിടെ പറയും കുറേ മോഡൽ ചിമ്മിനികൾ കണ്ടു. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. കണ്ടില്ലേ, എൻ്റെ കേക്ക് റൂം മൊത്തം വൃത്തിയാക്കി ഞാൻ ഒരു 3-4 മണിക്കൂർ നിന്ന്. 3 മണിക്ക് അയാൾ പോയി. 4, 5, 6, 7 ആ വാങ്ങ് കൊടുക്കണ ആ സമയത്ത് ഞാൻ ഓടിപ്പോയി ജ്യൂസ് കുടിച്ചു. പിന്നെയും പണി അന്ന്. അത് കാരണം ഞാൻ ഈ ദിവസം ലൈവിൽ വന്നിട്ടില്ല കേട്ടോ. എല്ലാവരും ചോദിച്ചു, എന്താ ഇപ്പോൾ ദിവസം വരാറുണ്ടല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെന്ന് വരാമെന്ന് ചോദിച്ചു. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഇവിടെ കുളം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുളമായിട്ടാണ് കിടന്നിരുന്നത്. ഇവിടെ ഒന്നും കണ്ടിരുന്നില്ല. ഫ്രിഡ്ജിൻ്റെ മുകളിലും ഓവനും ഇതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓവനും മറ്റേ വെയിറ്റ് നോക്കണതും അതേപോലത്തേക്ക് മാറ്റി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നോമ്പ് തുറന്ന് ഒരു 7:30 സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോയിട്ടോ. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് റിയമോൾക്ക് ഇഷ്ടമുള്ളത് അവൾ ഓർഡർ ചെയ്തു, ഞാൻ എനിക്കിഷ്ടമുള്ളത് ഓർഡർ ചെയ്തു, കാക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കിഷ്ടമുള്ളത് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. അത് അവൾക്ക് ഇഷ്ടമായത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയി കഴിക്കുമ്പോൾ അവൾക്ക് ചിക്കൻ നൂഡിൽസാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ് ആണോ എന്ന് സംശയം, അങ്ങനെ എന്തോ അവൾ ഓർഡർ ചെയ്തത്. ഞാൻ ബ്രോസ്റ്റഡാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇക്കാക്ക് ബ്രോസ്റ്റഡ് വലിയ കമ്പല, അതായത് എണ്ണയിൽ വറക്കണതല്ല. എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തിന്നാൻ പുതിയ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒരാളായിട്ട് അത് കഴിക്കേണ്ടാവാറുണ്ട്. ആദ്യം അൽഫാം ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേണ്ടെന്ന് ഇത് തന്നെ മതി പറഞ്ഞിട്ട് ഹാഫാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ, ബ്രോസ്റ്റഡ് ചിക്കന്. അങ്ങനെ ഞാനും കഴിച്ചു, ഇക്കയും കഴിച്ചു, വയറ് ഫുള്ളായി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ നല്ലൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അന്നത്തെ ദിവസം അതെന്നെയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം നല്ല തിരക്കിലായിരുന്നു. പിന്നെ ഞാൻ ഈ കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ ലൈവിൽ ചെയ്തു കേട്ടോ. ലൈവിൽ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞു വർക്കുകൾ ഉണ്ടാവില്ല ചില സ്ഥലത്തൊക്കെ, ഫില്ലാവാത്ത ഭാഗങ്ങളൊക്കെയും പിന്നെ ഇരുന്നിട്ട് ഫില്ലാക്കി കേട്ടോ.
ഈ നമ്പർ 2 അങ്ങനത്തെ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒക്കെ ലൈവിലിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം കേക്ക് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക്, അതുപോലെ നമ്പർ കേക്കൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ കേക്ക് കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ പൈനാപ്പിൾ കേക്കിനാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. പൈനാപ്പിൾ കേക്കിൻ്റെ ഫില്ലിങ്സും എല്ലാം ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. 2-3 ലൈവായിട്ടാണ് ഈ കേക്കിൻ്റെ കംപ്ലീറ്റ് ആക്കി നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് കേക്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലൈവിൽ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, ബാറ്റർ ഉണ്ടാക്കുന്നത് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതൊക്കെയും കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതിന് ബാറ്ററൊക്കെ ഉണ്ടാക്കുക. ബാറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ അളവുകളൊക്കെയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഫസ്റ്റിലൊക്കെ ഉണ്ട് കേട്ടോ. ആ ചാനലിലത്തെ ആ എന്താ പറയുക വ്ളോഗൊക്കെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ഒരു സ്പഞ്ചാണ് ഉണ്ടാക്കി കേട്ടോ. അതിൽ നിന്ന് നമ്മൾ വെട്ടിയെടുത്തു ഫുള്ള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഫുള്ളിലത്തെ പീസുകൾ വെച്ചിട്ടാണ് ബാക്കി 2 ലെയറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണണം. അതേപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ലൈവൊക്കെ നമ്മുടെ കേക്ക് റൂമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അവിടെ കറക്റ്റായിട്ട് നമ്മുടെ വൈഫൈ കിട്ടണില്ല എന്നെല്ലാവരും ഒരു പ്രശ്നം പറഞ്ഞു കേട്ടോ. അപ്പോൾ വൈഫൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ചെന്ന് കണ്ടില്ലേ, ഇതാണ് പുല്ല് പോലെ വരാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇതേപോലത്തെ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നോസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കണ്ടോ, അങ്ങനെ അമർത്തുമ്പോൾ പുല്ല് പോലെ വരും. അപ്പോൾ ഇങ്ങനത്തെ നോസിലില്ലാത്തവർ ഇങ്ങനത്തെ കേക്കൊന്നും ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ നോസിൽ ആവശ്യമാണ്. പിന്നെ നമ്മൾ സാധാ ഒരു ഹോള് കൊടുത്തിട്ട് ഇങ്ങനെ കുറേ ചെയ്യുമ്പോൾ കുറേ നേരം പിടിക്കില്ലേ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം നമുക്ക് ഏറ്റവും എളുപ്പം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ജസ്റ്റ് കട്ടിങ് എടുത്തിട്ട് ഒരു വീഡിയോ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ലൈവിൽ വിശദമായിട്ട് നമ്മുടെ കേക്ക് തുടങ്ങുമ്പോൾ മുതൽ ലാസ്റ്റ് വരെയുള്ള മൊത്തം വീഡിയോയും ഞാൻ ഈ കേക്കിൻ്റെ ഒരു 2 മണിക്കൂറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മൊത്തം ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലൈവിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ലൈവ് കാണണം. പിന്നെ നമ്മുടെ താത്ത വന്നിട്ട് സുബിതാത്തയ്ക്ക് വന്നിട്ട് നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കണതൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. ഈ കേക്ക് നമുക്ക് ഖത്തറിൽ നിന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ. ഖത്തറിൽ നിന്ന് അനസ് എന്ന ഒരു നമ്മുടെ കസ്റ്റമറാണ് നമുക്ക് കേക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അസു സാഹി അങ്ങനെ 2 പിള്ളേരെ ബർത്ത്ഡേയുടെ ഓർഡറാണ് കേട്ടോ. അവർക്ക് 2 ആൾക്കും 2 വയസ്സാണ് തോന്നുന്നു. അതുകൊണ്ടാണ് 2 എന്ന നമ്പർ നമുക്ക് കേക്കിന് തന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ അസു സാഹിന്ന് 2 ഫ്ലാഗ് ഉണ്ടാക്കി. ആ 2 ഫ്ലാഗാണ് നമ്മുടെ കേക്കിൽ കുത്തിവെക്കുന്നത്. പിന്നെ നമ്മുടെ 2 ടോയ് കാറൊക്കെയും വാങ്ങി നമ്മുടെ റോട്ടിലേക്കും 2 ടോയ് കാറൊക്കെയും വിരിച്ച് അടിപൊളിയാക്കി കേട്ടോ. നടുവിലുള്ളത് ഫോണ്ടൻ്റാണ്. ഫോണ്ടൻറ്റും കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയിട്ട് അതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ലൈവ് വീഡിയോയിൽ മൊത്തത്തിലെല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നെ ഇതേപോലെ കട്ട് ചെയ്യേ അതേപോലെ എന്താ പറയുക ഒന്നും ചെയ്യണ്ടല്ലോ, എഡിറ്റ് ചെയ്യുക ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മൊത്തത്തിൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെ തന്നെ ഞാൻ നമ്മുടെ ലൈവിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണുക. അതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് നന്നായി ഉപകാരപ്പെടും. കേക്കൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് ചില സ്ഥലത്ത് നമുക്ക് ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങളുണ്ടാവുമല്ലോ. കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ലെങ്കിലും ജസ്റ്റ് നന്നായി നോക്കുമ്പോൾ കാണാം. അവിടേക്കും ജസ്റ്റ് ഒന്നും കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അതല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവൊക്കെ ഓഫാക്കിയ ശേഷമാണ് ഇത് ചെയ്തത്. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ ഇടാം. എന്നിട്ട് വീഡിയോയിൽ നമുക്ക് എല്ലായിടത്തും ഒന്ന് പറയാമല്ലോ, നമുക്ക് നമ്മുടെ ലൈവ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നമ്പർ കേക്കിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഈ കേക്ക് ചെയ്തിട്ടുള്ളത് പൈനാപ്പിൾ കേക്കാണ്. ഫ്രഷ് പൈനാപ്പിൾ ഉണ്ട്. ഫ്രഷ് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചതാണ്. അത് നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ നന്നായി ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് അത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റാണ്. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ കേക്കിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് കഴിക്കാൻ അടിപൊളി സൂപ്പറാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. പൈനാപ്പിൾ കേക്ക് എനിക്ക് ഒരുപാട് ഓർഡർ വരാറുണ്ട് കേട്ടോ. പൈനാപ്പിൾ കേക്കും ഓറഞ്ച് കേക്കൊക്കെയും ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ അവർ പിറ്റത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേനും എല്ലാവർക്കും കഴിക്കാൻ തോന്നും. എല്ലാവരും ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ.
നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് 3 കിലോ കേക്കാണ് കേട്ടോ. 2 നമ്പറിൻ്റെ 3 കിലോ കേക്കാണ് നമുക്ക് നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് 3.5 കിലോനുണ്ട് കേട്ടോ. അത് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിശുക്കിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ലാവിഷായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയില്ല കേട്ടോ. എന്തായാലും അത് ഗ്യാരണ്ടിയാണ്, കുറയില്ല. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കേക്ക്. ഇത് കണ്ടില്ലേ മിന്നി മറയണത്. ഇത് അപ്പോൾ നമ്മുടെ ഗ്രേസ് ടീച്ചർ വന്ന് ടീച്ചർക്ക് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. ടീച്ചർ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ടൈം പോയി. അത് കഴിഞ്ഞ് ടീച്ചർ പോയതും പിന്നെ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ മിന്നുമ്പോൾ ശരിക്കും അറിയണില്ല, പക്ഷേ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം എന്താണോ വീഡിയോയിൽ ഇത് മിന്നി കാണുന്നത്. അപ്പോൾ 3.5 കിലോന് 50 ഗ്രാമോ അങ്ങനെ എത്രയോ കുറവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കേക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ചെയ്യണം. ആരും ചെയ്യണില്ല എങ്കിലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ 2 കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കേക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുത്തിയിരുന്ന് ഫുള്ളും ചെയ്യും. അപ്പോൾ ഈ കേക്കിൻ്റെ പണിക്കും കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മൊത്തം കേക്കിൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ലൈവിലിട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും അതാണ് പറയുന്നത്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ കേക്ക് പഠിച്ച് തുടങ്ങണവരുണ്ടെങ്കിലും എന്തായാലും ആ ലൈവ് കാണാൻ മറക്കരുത്. ലൈവ് കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണാത്ത നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. 2 ഫ്ലാഗ് നന്നായി പാറി പറക്കണുണ്ട്. അസുമോൻ സാഹിമോൻ